വലിയ സംഗീതപ്രേമിയായിരുന്നു ജയചന്ദ്രന്റെ അച്ഛൻ. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭാര്യയെ ഏൽപ്പിച്ച് സംഗീതത്തിന്റെ വഴിയെ പോയ അദ്ദേഹം വീട്ടിലേക്ക് അന്ന് നൽകിയിരുന്നത് സർക്കാരിൽ നിന്നും കിട്ടുന്ന പ്രിവി പേഴ്സ് തുകയായ 250 രൂപ മാത്രമായിരുന്നു. ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങൾ ലയിപ്പിക്കുമ്പോൾ അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയ തുകയായിരുന്നു അത്. ആ 250 രൂപ വീട്ടിൽ നൽകി സംഗീതത്തിന്റെ പുറകെയായിരുന്നു ജയചന്ദ്രന്റെ അച്ഛന്റെ യാത്ര. അച്ഛന്റെ സംഗീതമാണ് മകനിലേക്ക് പകർന്നു കിട്ടിയത്. എന്നാൽ അമ്മയ്ക്ക് മകൻ പഠിക്കണമെന്നായിരുന്നു മോഹം. എങ്കിലും അമ്മയറിയാതെ നാടകങ്ങൾക്കും മറ്റും പാടുവാൻ ജയചന്ദ്രൻ പോയിരുന്നു. അതിനിടയിലും അദ്ദേഹം പഠിച്ചു. സുവോളജി ബിരുദം നേടി മദ്രാസിൽ കെമിസ്റ്റായി ജോലി ചെയ്യവെയാണ് വിധി അദ്ദേഹത്തെ പാട്ടുകാരനാക്കി തന്നെ മാറ്റിയത്. ഒരു ഗാനമേളയിൽ യേശുദാസിന് വരാൻ സാധിക്കാതെ വരികയും റിഹേഴ്സൽ കാണാനെത്തിയ ജയചന്ദ്രന് അവസരം ലഭിക്കുകയും ചെയ്തു. ആ ഗാനമേള കാണാനെത്തിയ ശോഭന പരമേശ്വരൻ നായരും RS പ്രഭുവും ചേർന്നാണ് കുഞ്ഞാലിമരയ്ക്കാർ എന്ന ചിത്രത്തിൽ പാടിപ്പിച്ചതും കളിത്തോഴനു വേണ്ടി മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് രണ്ടാമതായി പാടിയതും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് സൂപ്പർ ഹിറ്റായതോടെയാണ് ജയചന്ദ്രന്റെ സമയം തെളിഞ്ഞത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ പാട്ടുകാരനായി മാറി. എന്നാൽ ഒരിക്കൽ പോലും വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അദ്ദേഹം പാട്ടുപാടി നൽകിയിരുന്നില്ല. മക്കളെ ഒരു താരാട്ടുപാട്ട് പോലും പാടി ഉറക്കിയിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ രണ്ടുപേർക്കും അച്ഛൻ്റെ സംഗീതവാസന പകർന്നു കിട്ടി. ലക്ഷ്മിയും ദിനനാഥും നന്നായി തന്നെ പാടും. വേണമെങ്കിൽ അച്ഛന് മക്കളെ സംഗീതരംഗത്തേക്ക് ശുപാർശ ചെയ്യാമായിരുന്നു. പക്ഷെ അത് വേണ്ട. എൻ്റെ ശുപാർശയിൽ അവർ പാട്ടുകാരാവേണ്ട. ഗായകനാകുവാൻ കുറച്ച് കഷ്ടപ്പെടണം. മനസ്സും ശരീരവും സംഗീതത്തിന് വേണ്ടി നൽകണം. നല്ല പാട്ടുകൾ കേൾക്കണം. കഴിവ് തെളിയിച്ച് അവർ പാട്ടുകാരാവട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എങ്കിലും അച്ഛൻ്റെ സംഗീതത്തിന്റെ കടുത്ത ആരാധകരായിരുന്നു മക്കൾ രണ്ടുപേരും. അച്ഛൻ പാടിയതിൽ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം. വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സംഗീതരംഗത്ത് നിറസാന്നിധ്യമായ P. ജയചന്ദ്രന് അതിനുശേഷവും കുടുംബം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല. സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും കൂടി കിട്ടിയതോടെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും സന്തോഷപ്രദമാവുകയായിരുന്നു. അതേസമയം മകൻ ദിനനാഥ് ഏതാനും സിനിമകളിൽ പാടിയിട്ടുണ്ട്. എന്നാൽ അതൊരു കരിയറായൊന്നും തിരഞ്ഞെടുത്തില്ല എന്നതാണ് സത്യം. മക്കൾ രണ്ടുപേരും ലക്ഷ്മിയും ദിനനാഥും പഠിച്ച് ജോലി വാങ്ങി ആ കരിയറുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. ദിനനാഥ് ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യ സുമിതയ്ക്കൊപ്പം അവിടെയാണ് താമസിക്കുന്നത്. മകൾ ലക്ഷ്മിയും കുടുംബവും ബാംഗ്ലൂരിലും. ലക്ഷ്മിയുടെ ഭർത്താവ് മനോജ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.